അതെ, നമ്മുടെ ഈ യാത്ര കണ്ണൂരിലേക്കാണ്. കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരിക തെയ്യമാണ്. നമ്മുടെ ഈ യാത്ര തെയ്യം കാണാൻ വേണ്ടിയിട്ടാണ്. തലശ്ശേരി ഇറങ്ങി ഏട്ടൻ്റെ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ടാണ് ഞങ്ങൾ എൻ്റെ നാട്ടിലേക്ക് പോകുന്നത്. അവിടെയാണ് തെയ്യമുള്ളത്. അപ്പോൾ തെയ്യം എന്ന് പറയുമ്പോൾ എനിക്ക് എന്നും ഒരു എന്താ പറയുക, നമ്മുടെ കസിൻസൊക്കെ കൂടുന്ന ഒരു ആഘോഷമായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാ കസിൻസും ഓരോ തിരക്കിലും ഓരോ നാട്ടിലായതുകൊണ്ട് ആരുമില്ല. ഞാനും എൻ്റെ ഒരു കസിൻ സിസ്റ്ററും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങളുടെ കുടുംബമക്കൾക്ക് ഇത് ഒത്തൊരുമയായിരുന്നു. അപ്പോൾ പഴയ കാലത്തെ കളികളൊക്കെ എൻ്റെ അമ്മയും മാമിയൊക്കെ കൂടി അവരെ കൊണ്ട് കളിപ്പിക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം കളിക്കാലോ. അങ്ങനെ ഞങ്ങളും ജോയിൻ ചെയ്തിട്ട് നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മുത്തപ്പൻ്റെ അടുത്ത് പോയി, തെറേൻ്റെ അടുത്ത് പോയി. മുത്തപ്പൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുത്തപ്പൻ എന്നും കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പകുതിയും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അമ്മേനെ വിളിച്ചടുത്ത് നിർത്തി. അമ്മയാണ് ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത് കേട്ടോ. അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നാലും അമ്മ ഒപ്പിച്ച് ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ എന്നും മുത്തപ്പൻ ഞങ്ങളെ കൂടെ ഉണ്ടാവും. ആ ഒരു വിശ്വാസം നമുക്ക് എന്നും ഉണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കണ്ണൂർക്കാർ എപ്പോഴും വിളിക്കണം എൻ്റെ പൊന്നു മുത്തപ്പ എന്നായിരിക്കും അല്ലേ? നിങ്ങളും അങ്ങനെയാണോ? കണ്ണൂർക്കാരൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. മോള് പോയപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, അവളെങ്ങനെ പേടിച്ചു പോകുമെന്നൊക്കെ. പക്ഷെ അവൾ കൂളായി ഹാപ്പി ചിരിച്ചുകൊണ്ടാണ് മുത്തപ്പനായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് നല്ല രസമായിരുന്നു. ഒരുപാട് തിരകളുണ്ടായിരുന്നു. തിരതെയ്യം ഉണ്ടായിരുന്നു, പെരുമ്പേശ്വരൻ ഉണ്ടായിരുന്നു, ഭഗവതി ഉണ്ടായിരുന്നു, ഗുളികൻ ഉണ്ടായിരുന്നു, ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു, മുത്തപ്പൻ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു 2 ദിവസത്തെ പരിപാടിയാണ്. കാരണം സൺഡേ നൈറ്റ് വൈകുന്നേരം സന്ധ്യയ്ക്ക് തുടങ്ങി മൺഡേ ഉച്ചവരെ ആയിരിക്കും ഈ തെയ്യങ്ങളൊക്കെ ഉണ്ടാവും. കണ്ടിന്യൂസ് എത്താതെ ഉറക്കമൊക്കെ ഒഴിഞ്ഞ്, പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഉറക്കം ഒഴുകി പിറ്റേന്ന് സ്കൂൾ പോകാതെ ലീവ് എടുത്ത് ഉറങ്ങി തീർത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു. അന്ന് നമ്മുടെ നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കൂൾ വിട്ടിരുന്ന് പ്ലാൻ ചെയ്യും. ഇന്ന സമയത്ത് അതൊരു പുളിമരം ഉണ്ടായിരുന്നു. ആ പുളിമരത്തിൻ്റെ ചോട്ടിൽ വന്നിട്ട് നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരിക. അതിൻ്റെ ബലൂൺ എന്നൊരു ഓർമ്മയാണ് ഇത് കാണുമ്പോൾ. പണ്ട് ഇത് വാങ്ങി തട്ടിക്കളിച്ചതൊക്കെ. പണ്ട് ഞങ്ങൾ 3 രൂപക്ക് വാങ്ങിയ ബലൂണിന് ഇപ്പോൾ ഇന്ന് എൻ്റെ മോള് വാങ്ങിക്കുമ്പോൾ 20 രൂപ കേട്ടോ. ഈ ഗുളികൻ ദൈവമാണ്. ഇന്നും ഈ ഗുളികൻ ദൈവത്തിൻ്റെ തിര കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി ഞങ്ങൾ നേരെ ഗുളികൻ ദൈവത്തിന് നേർച്ച കൊടുക്കാൻ പോയി. പിന്നെ ശാസ്ത്രത്തിന് നേർച്ച കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും നേർച്ചയൊക്കെ കൊടുത്തു. ശാസ്ത്രത്തിൻ്റെ 4 നേർച്ച, ഒരു മെയിനുള്ളത്, പിന്നെ ബാക്കി 3 നേർച്ചയായിട്ട് ഓരോരുത്തർ കഴിപ്പിക്കുന്ന ഈ തെയ്യങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ തിരകൾ കാണാൻ പോകാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തിരയുള്ള ദിവസങ്ങളിലൊന്നും പോകാതിരിക്കാറില്ല. എനിക്കൊന്ന് പറ്റുന്നതാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.